ഇറാൻ അമേരിക്ക രണ്ടാം വട്ട ചർച്ചയ്ക്കായി യുഎസ് വൈസ് പ്രസിഡന്റ് JD വാൻസിന്റെ നേതൃത്വത്തിൽ അമേരിക്കൻ സംഘം നാളെ ഇസ്ലാമാബാദിലെത്തും. കരാറിലെത്താനുള്ള മികച്ച അവസരമാണിതെന്നും അതിന് തയ്യാറായില്ല എങ്കിൽ യുദ്ധം പുനരാരംഭിക്കുമെന്നും ട്രംപ് മുന്നറിയിപ്പ് നൽകി. നാവിക ഉപരോധം പിൻവലിക്കാതെ ഇസ്ലാമാബാദ് ചർച്ചയ്ക്കില്ലെന്ന നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ് ഇറാൻ. ഇറാനെ ചർച്ചയിലേക്ക് കൊണ്ടുവരാൻ തിരക്കിട്ട നീക്കങ്ങൾ മധ്യസ്ഥ രാജ്യങ്ങൾ രാത്രിയും തുടരുകയാണ്. മേഖലയുടെ സമാധാനവുമായി ബന്ധപ്പെട്ട സുപ്രധാന സന്ദേശം ഇറാന് കൈമാറിയെന്ന് പാക് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. ഇസ്രായേലും ലബനാനും തമ്മിലുള്ള രണ്ടാം ഘട്ട ചർച്ചകൾ ഈ വരുന്ന വ്യാഴാഴ്ച അമേരിക്കയിൽ നടക്കും. MCA നാസർ വിവരങ്ങൾ നൽകും. നാസർ, സമാധാന ചർച്ച ഇസ്ലാമാബാദിൽ ചേരുമോ, നടക്കുമോ ഇല്ലയോ എന്ന് ഉറ്റുനോക്കുകയാണ് ലോകം. കടുത്ത നിലപാടിൽ ഇറാൻ ഉറച്ചു നിൽക്കുന്നു. പക്ഷേ സംഘത്തിനെ ഇസ്ലാമാബാദിലേക്ക് അയക്കാൻ അമേരിക്കയും ഒരുങ്ങുകയാണ്. എന്താണ് സംഭവിക്കുന്നത്? ദിവ്യ, ഈ രാത്രി എന്തുകൊണ്ട് നിർണായകമായിരിക്കും? കാരണം തിരക്കിട്ട നയതന്ത്ര നീക്കങ്ങളാണ് പല തലങ്ങളിലായിട്ട് ഇപ്പോൾ തുടരുന്നത്. പാകിസ്ഥാന് പുറമെ തുർക്കി, ഈജിപ്ത്, സൗദി അറേബ്യ ഉൾപ്പെടെയുള്ള മധ്യസ്ഥ രാജ്യങ്ങൾ ഇറാനെയും അമേരിക്കയെയും പരമാവധി അനുനയിപ്പിച്ചുകൊണ്ട് ഈ ചർച്ചയിൽ പങ്കെടുപ്പിക്കാനുള്ള തിരക്കിട്ട നീക്കങ്ങൾ തുടരുന്നുണ്ട്. പ്രത്യക്ഷത്തിൽ തങ്ങൾ ഒരു നിലയ്ക്കും ഈ ഇസ്ലാമാബാദ് ചർച്ചയിൽ പങ്കെടുക്കുകയില്ല എന്ന ഒരു നിലപാടാണ് ഇപ്പോൾ ഇറാൻ കൈക്കൊണ്ടിരിക്കുന്നത്. 2-3 ഉപാധികൾ പ്രധാനമായിട്ടും ഇറാൻ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഈ 14 മുതൽ അമേരിക്ക ഏർപ്പെടുത്തിയിരിക്കുന്ന നാവിക ഉപരോധം പിൻവലിക്കണം. മറ്റൊന്നുള്ളത് അമിതമായിട്ടുള്ള ഒരിക്കലും നടക്കാത്ത വിധത്തിലുള്ള ഉപാധികൾ അടിച്ചേൽപ്പിക്കുന്ന സാഹചര്യം ഉണ്ടാകരുത്. മൂന്നാമതൊന്ന്, തങ്ങൾ നൽകിയിരിക്കുന്ന ഉറപ്പുകൾ അത് പാലിക്കാൻ അമേരിക്ക തയ്യാറാകണം എന്നതുൾപ്പെടെയുള്ള ചില ഉപാധികളാണ് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നതിൻ്റെ മുന്നുപാധികളായിട്ട് ഇറാൻ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രിയുമായിട്ട് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചി ഇക്കാര്യം സംസാരിക്കുകയും അക്കാര്യം പാകിസ്ഥാനെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷേ അമേരിക്കയുടെ ഭാഗത്തുനിന്ന് ഔദ്യോഗികമായിട്ടുള്ള ഒരു പ്രതികരണം വന്നിട്ടില്ല. എന്തായാലും നാവിക ഉപരോധം പിൻവലിക്കാൻ താൻ ഒരുക്കമല്ല എന്നൊരു പ്രതികരണമാണ് ട്രംപ് നടത്തിയിരിക്കുന്നത്. അത് മാത്രമല്ല, എന്തായാലും ഈ ചർച്ച നടക്കും. ആ ചർച്ചയിലൂടെ ഒരു കരാറിലെത്താനുള്ള ഒരു സാധ്യത താൻ ഇപ്പോഴും മുന്നിൽ കാണുന്നു എന്നാണ് ട്രംപിന്റെ ഏറ്റവും അവസാനത്തെ പ്രതികരണം വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി തന്നെ ഒരു കരാറിലെത്തുമെന്ന് വൈകിട്ട് ട്രംപ് പ്രഖ്യാപിച്ചിരുന്നു. പിന്നീടാണ് JD വാൻസിന്റെ നേതൃത്വത്തിലുള്ള സംഘം നാളെ മാത്രമായിരിക്കും ഇസ്ലാമാബാദിൽ എത്തുകയെന്ന് ട്രംപ് തന്നെ അറിയിച്ചിരിക്കുന്നത്. ഇനിയിപ്പോൾ ഇറാൻ ആ ചർച്ചയിൽ പങ്കെടുക്കുമോ എന്നൊരു സുപ്രധാനമായ ചോദ്യത്തിന് ഒരുപക്ഷെ ഈ രാത്രിയോടുകൂടി ഉത്തരം ലഭ്യമാകും. കാരണം തങ്ങളുടെ ഒരു കപ്പൽ അമേരിക്ക പിടിച്ചുവെച്ച സാഹചര്യത്തിൽ നാവിക ഉപരോധം കൂടുതൽ വിപുലമാക്കുമെന്ന അമേരിക്കയുടെ ഭീഷണി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അത്തരം തിട്ടൂരങ്ങളൊക്കെയും മാറ്റിവെച്ചുകൊണ്ട് തുറന്ന ചർച്ചയ്ക്കാണെങ്കിൽ തങ്ങൾ ഒരുക്കമാണ്. അതല്ല യുദ്ധമാണ് അമേരിക്ക അടിച്ചേൽപ്പിക്കാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ തങ്ങളുടെ സൈന്യം അതിനും സജ്ജമാണ് എന്നൊരു പ്രതികരണമാണ് ഏറ്റവും അവസാനമായിട്ട് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെസഷ്കിയാൻ നൽകിയിരിക്കുന്നത്. എന്തായാലും ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്ന റിപ്പോർട്ടുകൾ പ്രകാരം ഏത് സമയത്തും ആക്രമണം പുനരാരംഭിക്കാനുള്ള ഒരു സൂചനയുണ്ട് എന്നതിൻ്റെ അടിസ്ഥാനത്തിൽ ഇസ്രായേൽ സേന എല്ലാ ഒരുക്കങ്ങളും മുന്നോട്ട് കൊണ്ടുപോകുന്നതായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇസ്രായേൽ മാധ്യമങ്ങൾ നൽകുന്നുണ്ട്. അമേരിക്കൻ മാധ്യമങ്ങളും അക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. കാരണം മറ്റന്നാളാണ് ഈ 2 ആഴ്ചക്കാലത്തെ വെടിനിർത്തൽ സമയപരിധി അവസാനിക്കുന്നത്. അതോടുകൂടി ഒരു കരാറിൽ ഇറാൻ എത്തിയിട്ടില്ലെങ്കിൽ ആക്രമണം പുനരാരംഭിക്കുമെന്ന് ട്രംപും മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട്. അതുകൊണ്ട് ഇന്നത്തെ രാത്രിയിൽ പരമാവധി ഒരു ഡിപ്ലോമാറ്റിക് സൊല്യൂഷന് വേണ്ടിയുള്ള തിരക്കിട്ട നീക്കങ്ങളിലാണ് ഇപ്പോൾ പാകിസ്ഥാൻ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ഏർപ്പെട്ടിരിക്കുന്നത്. ദിവ്യ, എന്തായാലും ഇന്നത്തെ രാത്രി വളരെ നിർണായകമാണ്. ഇറാന്റെ നിലപാട് അറിയേണ്ടതുണ്ട്. നാവിക ഉപരോധത്തിൽ നിന്ന് അമേരിക്ക പിന്മാറിയാൽ മാത്രമേ ചർച്ചയ്ക്കുള്ളൂ എന്ന ഉറച്ച നിലപാടിലാണ് ഇറാനുള്ളത്. എന്തായാലും ഇരു രാജ്യങ്ങളെയും ചർച്ചയിലേക്ക് കൊണ്ടുവരാനായി മധ്യസ്ഥ രാജ്യങ്ങൾ കൊണ്ടുപിടിച്ച ശ്രമം തുടരുകയാണ്. MCA നാസറാണ് വിശദാംശങ്ങൾ നൽകിയത്.